എല്ലാ പ്രിയപ്പെട്ടവർക്ക് യേശുവിൻ നാമത്തിൽ വന്ദനം. നല്ല ദിവസം തന്ന ദൈവത്തെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഓരോ നിമിഷത്തിനുമായിട്ട് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ജീവിക്കാം. എപ്പോഴും പ്രസന്നവതരായി ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനൊറ്റ കാര്യം, നാം കർത്താവിനെ ധ്യാനിച്ചാൽ മതി. അതായത് പാപമൊഴികിയ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ്. കർത്താവിനെ ധ്യാനിച്ചു കഴിയുമ്പോൾ നമുക്ക് പരാതികളൊന്നും ഉണ്ടാകത്തില്ല. നമുക്ക് ഉത്സാഹം ഉണ്ടാകും, കഠിനാധ്വാനം ചെയ്യാൻ തോന്നും, പ്രാർത്ഥിക്കാൻ തോന്നും, നന്നായിട്ട് ജീവിക്കാൻ തോന്നും. അതാണ് ക്രൂശിനെ ധ്യാനിച്ചാലുള്ള ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ കർത്താവിനെ ധ്യാനിക്കുന്ന ഓരോ വ്യക്തികൾക്കും, വചനം ധ്യാനിക്കുന്നവർക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാകും. പിന്നെ നമുക്കൊരു പ്രശ്നമുള്ളത്, ഇന്ന് അതിനൊരു പരിഹാരം നമ്മൾ തന്നെ വരുത്തണം. ഒഴിവ് കഴിവ് പറയുക. എന്ത് കാര്യത്തിന് എക്സ്ക്യൂസ് പറയുമ്പോൾ അത് നാളെ നമ്മുടെ പരാജയമാകും. അതിനോട് ബന്ധപ്പെടുന്ന ഒരു കോട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: എവരി എക്സ്ക്യൂസ് ആഡ്സ് വെയിറ്റ് ടു യുവർ ഫെയിലിയർ. ഓരോ എക്സ്ക്യൂസും നമ്മുടെ പരാജയത്തിന് വേണ്ടി നമ്മൾ ഭാരമാക്കി മാറ്റുകയാണ്. അതായത് ഒരാൾ ഒത്തിരി ഭാരം ചുമന്നുകൊണ്ടുണ്ട്, അതിനകത്ത് അനവധി ഭാണ്ഡമുണ്ട്, അതോ അയാൾ ഒറ്റക്ക് കഷ്ടത്തോടെ ചുമക്കുകയാണ്. അതിനകത്ത് ഒരു ഭാണ്ഡത്തിൽ എഴുതിയിരിക്കുന്നത് നോ ടൈം, വേറൊരു ഭാണ്ഡത്തിൽ നോ ടയേർഡാണ് ഞാൻ. അപ്പോൾ ടു ടയേർഡ് വേറൊരു ഭാണ്ഡം, നാളെയാകട്ടെ, പിന്നീടാകട്ടെ. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, ഇന്ന് പറ്റില്ല നാളെയാകാം എന്ന് പറയുന്ന എക്സ്ക്യൂസുകൾ ലോഡ് കൂടി 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 വലിയൊരു ഭാരമാകും. അതുകൊണ്ടാണ് പരീക്ഷ സമയത്ത് പഠിക്കുന്ന പിള്ളേർക്ക് ലോഡ് കൂടിയിട്ട് നാട് വിട്ടു പോകാനും കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ ചാടാനും തോന്നുന്നു. കാരണം അവർ മൊബൈൽ നോക്കിയിരിക്കും. പരീക്ഷ വരുമ്പോൾ അവർക്ക് ടെൻഷനാണ്. ടെൻഷൻ വെറുതെ ഉണ്ടാകുന്നതാണോ? ഇല്ല. നന്നായിട്ട് പഠിക്കുന്ന പിള്ളേർക്കൊന്നും അത് ഉണ്ടാകത്തില്ല. പിന്നെ കോമ്പറ്റീഷൻ മൈൻഡുള്ളവർക്കുണ്ടാകും, അവനേക്കാൾ കൂടുതൽ വേണം. അങ്ങനെയുള്ളവൻ്റെ കാര്യം എവിടെ പോയാലും പോക്കാം. അത് നല്ലൊരു രീതിയല്ല. എന്നാൽ വിജയിക്കണമെങ്കിൽ കർത്താവ് പറഞ്ഞ് ഓരോ ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി, നാളത്തെ ദിവസം നാളത്തെ ദിവസത്തിനായി വിചാരപ്പെടുമെന്ന്. അതിൻ്റെ അർത്ഥം എല്ലാ ദിവസത്തിൻ്റെയും പ്രശ്നങ്ങളുണ്ട്. ആ ദിവസത്തെ പ്രശ്നം മാത്രം ആ ദിവസം നോക്കിയാൽ മതി. ഉദാഹരണത്തിന് ഇന്നത്തെ കാര്യം നമുക്ക് നോക്കണമെങ്കിൽ ഇന്നത്തെ കാര്യം മാത്രം നോക്കിയാൽ ഇന്നത്തെ കാര്യം തീരും. നമ്മുടെ വിഷയം അതല്ല. നമ്മൾ ഇന്നലത്തെയും മിനിയാന്നത്തെയും കാര്യങ്ങൾ ഇന്ന് ചെയ്യണം. ഇന്നലെ പഠിക്കാനുള്ളത്, ഇന്നലെ പ്രാർത്ഥിച്ചില്ല, ഇന്നലെ പല കാര്യവും ചെയ്തില്ല, ഇന്നലെ തുണി അലക്കിയില്ല, ഇന്നലെ പാത്രം കഴുകിയില്ല. ഇത് ഇന്നത്തെ ദിവസത്തെ ഭാരത്തിൽ കൊണ്ടുവന്നു. അതുകൊണ്ട് ഓരോ ദിവസത്തെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പഠിക്കണം. നാളത്തേക്ക് വെക്കരുത്. ഒത്തിരി ചെയ്തില്ലെങ്കിൽ ചെയ്യുന്നത് ഭംഗിയായി ചെയ്യുക. ഒത്തിരി വലിയ ഭാരമൊന്നും എടുക്കേണ്ടെന്നേ, ചെയ്യാൻ പറ്റുന്നത് ചെയ്താൽ മതി. ആവശ്യമില്ലാത്ത വലിയ തീരുമാനങ്ങൾ, റിസ്ക്കും ഒക്കെ എടുത്ത് വലിയ വീരവാദം മുഴക്കിയിട്ട് ചെയ്യാൻ പറ്റാതെ ഭാരപ്പെടുന്നതിനേക്കാൾ ചിലതിൽ നിന്നൊക്കെ പിന്മാറാനുള്ള ധൈര്യവും നമുക്ക് വേണം. ചിലതിൽ നിന്ന് നമ്മൾ പിന്മാറിയാൽ അത് മതി. അന്നു മുതൽ നമുക്കൊരു മാറ്റം, നമുക്ക് പിന്മാറാൻ തോന്നണം. ചില അബദ്ധ തീരുമാനങ്ങൾ എടുത്തു, നിവർത്തിക്കാൻ പറ്റുന്നില്ല. ചില കോഴ്സിന് പോയി ചേർന്നു, പറ്റുന്നില്ല, അത് നിർത്തിക്കളാ. അത് മാറാൻ ചിലരെന്ത് ചെയ്യും? കാശ് മുടക്കി പോയില്ലേ പഠിക്കാൻ, മനസ്സില്ലെങ്കിലും അത് വേണ്ടെന്ന് വെക്ക്. ആരോടോ ദൈവാത്മാവ് സംസാരിക്കുകയാണ്. കുറച്ച് കാശങ്ങട് പോട്ടെ, മനസ്സോടെ പഠിച്ച്, താല്പര്യമില്ലാതെ, ഒരു നിയോഗമില്ലാതെ പഠിച്ച്, മറ്റുള്ളവരുടെ വാക്ക് കേട്ട് പഠിച്ച് ഒന്നുമാകാൻ പോകുന്നില്ല. വർഷങ്ങൾ വേസ്റ്റാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്താൽ മതി. എന്നാൽ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി, നിങ്ങളുടെ വിളിയിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യമുണ്ട്, അത് ചെയ്യാതിരിക്കരുത്. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുക. സ്വന്തം കാര്യങ്ങൾ വിളി മനസ്സിലാക്കി ചെയ്യാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. ചിലപ്പോൾ മാതാപിതാക്കളുടെ ഒരു നിർബന്ധം ഉണ്ടാകും, നിങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണം. ചില മാതാപിതാക്കൾക്ക് കോമ്പറ്റീഷൻ മൈൻഡാണ്.
പിള്ളേരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക, ഇത് ചെയ്യിപ്പിക്കുക, എല്ലാം കൂടി പിള്ളേർക്ക് താങ്ങാൻ പറ്റില്ല. വലിയ ലോഡ് എടുത്ത് അവരുടെ തലയിൽ വെക്കുക. നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരണം. മാതാപിതാക്കൾ മാനസാന്തരപ്പെടണം. പിള്ളേരെ വിളി തിരിച്ചറിയണം. അവരുടെ കൊച്ചുനാളിലെ അവരുടെ ടേസ്റ്റ് മനസ്സിലാക്കണം. അവരുടെ കഴിവുകൾ മനസ്സിലാക്കണം. അവരുടെ സ്കില്ലുകളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ഇതൊന്നും തിരിച്ചറിയാത്ത മാതാപിതാക്കളെ കൊണ്ട് ഭയങ്കര തലവേദനയാണ്. ഇന്നിത് കേൾക്കുന്ന പല മാതാപിതാക്കളും പിള്ളേരോട് ഇത് കാണരുതെന്ന് പ്രത്യേകം പിള്ളേരെ കാണിക്കാതിരുന്ന നല്ലത്. കാരണം മാതാപിതാക്കളെ നല്ല വഴക്ക് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പിള്ളേരുടെ കഴിവ് മനസ്സിലാക്കുക, അവരുടെ വിളി മനസ്സിലാക്കുക. ദൈവം അവരെ വിളിച്ചത് കർത്താവിൻ്റെ വേലക്കാണോ? എനിക്കറിയാവുന്നൊരു ദൈവദാസൻ, ഞങ്ങൾ ഒരുമിച്ച് സൗത്ത് അമേരിക്കയിലൊക്കെ പോയിട്ടുണ്ട്. മൈസൂരിലുള്ളൊരു അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവദാസൻ. ആ ദൈവദാസൻ്റെ വീട്ടിൽ ഞാൻ ഒരിക്കൽ മൈസൂരിൽ, അവിടെ അവരുടെ അവർക്ക് ചർച്ചൊക്കെ ഉണ്ട്, അവിടെ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ എന്നോട് ആ പാസ്റ്റർ പറയണം, പാസ്റ്റർ മോൻ്റെ അവൻ പഠിത്തം നിർത്തി സുവിശേഷ വേലക്കിറങ്ങി. ഞാൻ ഞെട്ടിപ്പോയി. ദൈവമേ, 6ാം ക്ലാസ് വരെ പഠിച്ചോളൂ, 6ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയിട്ട് സുവിശേഷ വേലക്കിറങ്ങി. എന്നാൽ ഇന്ന് ആ കുഞ്ഞ് പല രാജ്യങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന, പേരെടുത്ത് പ്രവചനം പറയുന്ന ഒരു പ്രവാചകനാണ്. ഭയങ്കര തിരക്ക, വലിയ തിരക്കുള്ള ഒരു ദൈവദാസനായിട്ട് മാറി. ഈ അപ്പന് അവൻ്റെ 6ാമത്തെ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ്റെ വിളി മനസ്സിലായി. അപ്പൻ ഒരു വിഷമവുമില്ല. അവൻ പഠിച്ച എഞ്ചിനീയറും ആകണ്ട, ഡോക്ടറും ആകണ്ട, MA വേണ്ട, MBBS വേണ്ട. അവൻ്റെ വിളി മനസ്സിലായി. അപ്പോൾ തന്നെ അവൻ പ്രസംഗിക്കുന്ന എല്ലാ രാജ്യത്തും ഇംഗ്ലീഷിലാണ്. കാരണം അത് മൈസൂറാണ്. മൈസൂർ, ബാംഗ്ലൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരു 3ാം ക്ലാസ് വരെ പഠിച്ചിട്ട് നിർത്തിയാലും അവർക്ക് ഭാഷയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല. അവരതിലാണ് ജനിച്ചത്. കേരളത്തിൽ MA പാസ്സായാലും ഇംഗ്ലീഷ് അറിയില്ല. കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ ഭയങ്കരമാണ് നമ്മുടെ നാട്ടിൽ. കുറേ സിലബസുകൾ പഠിക്കുന്നതല്ലാതെ പ്രയോജനങ്ങളില്ലാത്ത പഠനങ്ങൾ. എന്നാൽ നല്ല സ്കൂളുകൾ എറണാകുളത്ത് രാജഗിരി, ടോക്കച്ച് പോലെയുള്ള സ്കൂളുകളൊക്കെ ഉണ്ട്. എല്ലായിടത്തും വരട്ടെ. ഞാനതിനെ ആഗ്രഹിക്കുന്ന എല്ലാ ജില്ലകളിലും ഭാഷയിലും എല്ലാ നിലയിലും മികവുള്ള സ്കൂളുകൾ വരട്ടെ. നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളൊക്കെ അതുപോലെയാകട്ടെ. പുതിയ ഗവൺമെൻറ് അതിനുവേണ്ടി ഉത്തരവാദിത്തങ്ങൾ എടുക്കട്ടെ. നമുക്കിതെല്ലാം വെച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ വിളി മനസ്സിലായാൽ നമുക്കതിൽ പെട്ടെന്ന് കയറി വരാൻ കഴിയും. ആവശ്യമില്ലാത്ത ഭാരം, ചുമടുകൾ എടുത്തു കളയുക. അടുത്ത് ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അവരോട് പറയുക, ആവശ്യമില്ലാത്ത ചുമടുകളെ എടുത്തു കളയുക. നമുക്ക് റോമാലേഖനത്തിലേക്ക് വേഗത്തിൽ വരാം. ന്യായപ്രമാണത്തിലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്യുന്ന മനുഷ്യൻ അതിനാൽ ജീവിക്കും എന്ന് മോശ എഴുതിയിരിക്കുന്ന 5ാം വാക്യം. അത് ചെയ്യണം. അത് ചെയ്യാൻ ആർക്കും കഴിയില്ല. മോശ എഴുതി, മോശയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് മോശ പോലും പരാജയപ്പെട്ടു. എന്നാൽ യേശു കർത്താവ് ക്രൂശിൽ പറഞ്ഞു, സകലതും നിവൃത്തിയായി. വേറെ ആർക്കും ന്യായപ്രമാണം അനുസരിക്കാൻ കഴിയില്ല. പാപ മനുഷ്യന് ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കാൻ കഴിയില്ല. യേശു വന്ന് അനുസരിച്ചു. യേശുവിൽ വിശ്വസിക്കുന്നവനെ ന്യായപ്രമാണത്തിൽ നിന്ന് പുറത്തു വരാം. യേശു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാണ്. അതിൻ്റെ അർത്ഥം യേശു ന്യായപ്രമാണത്തെ അവസാനിപ്പിച്ചിട്ട് ഒരു പുതിയ നിയമം ആരംഭിച്ചു. അടുത്ത വാക്യം, വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു, ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച ആര് സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണമെന്ന് വെച്ച് ആർ പാതാളത്തിൽ ഇറങ്ങൂ എന്നോ നിന്റെ ഹൃദയം കൊണ്ട് പറയരുത്. ക്രിസ്തു വന്നാൽ വിജയമാണ്. എന്നാൽ ക്രിസ്തു സ്വർഗത്തിലാണോ? സ്വർഗത്തിൽ ആര് പോയി വിളിക്കും? ക്രിസ്തു മരിച്ചുപോയോ? പാതാളത്തിലാണോ? പാതാളത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കൊണ്ടുവരും എന്നൊന്നും നിന്റെ ഹൃദയത്തിൽ പറയണ്ട. 8ാം വാക്യം, എന്നാൽ അത് എന്തു പറയുന്നു? വചനം നിനക്ക് സമീപമായി, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. ക്രിസ്തു എന്ന് പറയുന്നത് വചനമാണ്. ആ വചനത്തെ ഇനി സ്വർഗത്തിൽ നിന്ന് ആരും കൊണ്ടുവരണ്ട. വചനം പാതാളത്തിലുമല്ല. ചിലർ പറയണ, അയ്യോ പാവ യേശു മരിച്ചുപോയി, ഉയർത്തെഴുന്നേറ്റിട്ടില്ലെന്നുള്ള കഥ പരത്തിയപ്പോൾ എല്ലാവരും വിചാരിച്ചു, അയ്യോ യേശു വന്ന് മരിച്ചു. ചിലർ പറഞ്ഞു യേശു വന്നിട്ടില്ല, വരണം.
സ്വർഗത്തിലും പോകണ്ട, പാതാളത്തിലും പോകണ്ട. നിനക്ക് സമീപമായി നിന്റെ ഹൃദയത്തിലും വായിലുമുണ്ട്. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വചനമാണ്. പൗലോസ് പറയണം. അപ്പോൾ എന്ത് ചെയ്യണം? 9-ാം വാക്യം, യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. എന്ത് എളുപ്പമാണ്! ഇസ്രായേലിൽ പോയി പാർക്കണ്ട, പരിച്ഛേദനയേറ്റ് യഹൂദനാകണ്ട. നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറയുമ്പോൾ നീ ദൈവ പൈതലായി മാറും. ഹൃദയം കൊണ്ട്, അടുത്ത വാക്യം, ഹൃദയം കൊണ്ട് 10-ാം വാക്യം, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വാഗൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അടുത്ത വാക്യം, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനെ ലജ്ജിച്ചു പോവില്ല. ഒരാൾക്ക് പോലും ഇതിൽ നിന്ന് മാറി നിൽക്കണ്ട, എല്ലാവരും രക്ഷിക്കപ്പെടും. ഇന്ന് ഭൂമിയിലുള്ള 800-ലധികം കോടി ജനങ്ങളും യേശുവേ എൻ്റെ ഹൃദയത്തിൽ വരണം, എൻ്റെ പാപം പൊറുക്കണേ എന്ന് പറഞ്ഞാൽ 800 കോടിയിലധികം ജനം ഇപ്പോൾ രക്ഷിക്കപ്പെടും. എന്നാൽ തേജോമയനായ ദൈവത്തിൻ്റെ സുവിശേഷം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ ഹൃദയം കുരുടാക്കിയിരിക്കുകയാണ്. അവരുടെ ആ കുരുട്ട് ഹൃദയം മാറാൻ നമ്മൾ പ്രാർത്ഥിക്കണം. യഹൂദൻ വിടുവിക്കപ്പെടാൻ പ്രാർത്ഥിക്കണം. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മുടെ ആഗ്രഹമായി മാറണം. അതിനെ 1 പ്രാർത്ഥിക്കണം, 2 വചനം പറയണം. അപ്പോൾ എങ്ങനെയും നമ്മുടെ ദേശം വിടുവിക്കപ്പെടണം, നമ്മുടെ അയൽവാസികൾ വിടുവിക്കപ്പെടണം. ദേശത്തെ ചുറ്റി പ്രാർത്ഥിക്കുന്നവരുണ്ട്, വീടുകളെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പ്രാർത്ഥനയിലൂടെ കഠിന ഹൃദയം മാറും. ലുദിയയുടെ ഹൃദയം കർത്താവ് തുറന്നതുപോലെ പൗലോസ് സംസാരിക്കുന്നത് കേട്ട് വിശ്വസിക്കേണ്ടതിന് ലുദിയയുടെ ഹൃദയം കർത്താവ് തുറന്നതുപോലെ കർത്താവ് അനേക ഹൃദയങ്ങൾ തുറക്കും. നമുക്ക് വിശ്വസിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങളുടെ ബന്ധങ്ങൾ, ഞങ്ങളുടെ സ്വന്തങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ കൂട്ടുകാർ, ഞങ്ങളുടെ നാട്ടുകാർ, ഞങ്ങൾ കണ്ടുമുട്ടുന്നവർ, അവർക്കെല്ലാം ഈ വചനം, യേശു എന്ന വചനം കൊടുത്ത്, രക്ഷകനെ കൊടുത്ത്, അവരുടെ ഹൃദയത്തിൽ ഈ രക്ഷകൻ സ്ഥാനം പിടിക്കുവാൻ, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനെന്ന് പിന്നത്തേതിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പറയുവാൻ കർത്താവ് കൃപ തരണമേ. ഈ വചനം, ജീവന്റെ വചനം, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറയുവാൻ ഞങ്ങളെ എല്ലാവരെയും, ഞങ്ങളുടെ ദേശക്കാരെ ശക്തീകരിക്കണമേ. എല്ലാവരും ദൈവമക്കളായി മാറട്ടെ. എല്ലാവരും സ്വർഗത്തിൽ പേരുള്ളവരാകട്ടെ. എല്ലാവരും സൗഖ്യമാകട്ടെ. എല്ലാവരും വിടുതൽ പ്രാപിക്കട്ടെ. എല്ലാവരും എല്ലാ പാപത്തിൽ നിന്നും വെളിയിൽ വരട്ടെ. എല്ലാവരും ദൈവമക്കളാകട്ടെ. അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. എത്ര വിലപ്പെട്ട വചനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. കൂടുതൽ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന ഈ വചനങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഈ കൂട്ടായ്മയെ പ്രോത്സാഹിപ്പിക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിച്ച് ദേശത്തെ നമുക്ക് ദൈവകൃപയിലേക്ക് കൊണ്ടുവരാൻ ഒരുമിച്ച് ദൈവവചനം പരത്താം, പ്രാർത്ഥിക്കാം. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥന രാവിലെ 10:30 കടന്നു വരണം. പ്രൈസ് ജനറേഷൻ ചർച്ചിലെ ഉപവാസ പ്രാർത്ഥന വലിയ അനുഗ്രഹമാണ്. കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെടുക. ഗോഡ് ബ്ലെസ് യു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. മുട്ടോളമല്ല അരയോളം പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളം പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ
അങ്ങേ ഘോഷിക്കുവാൻ. നിറയ്ക്കുക നിന്നഗ്നിയാൽ, നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ജീവനാൽ അങ്ങേ ഘോഷിക്കൂ. നിറയ്ക്കുക നിറയ്ക്കുക നിന്നഗ്നിയാൽ, നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ജീവനാൽ അങ്ങേ ഘോഷിക്കുവാൻ. നിറയ്ക്കുക നിന്നഗ്നിയാൽ, നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ജീവനാൽ അങ്ങേ ഘോഷിക്കുവാൻ. മുട്ടോളമല്ല അലയോളം പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിരുന്നേ. മുട്ടോളമല്ല അലയോളം പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിരുന്നു. മുട്ടോളമല്ല നിറയ്ക്കുക നിന്നഗ്നിയാൽ, നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ജീവനാൽ അങ്ങേ ഘോഷിക്കൂ.